ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നമില്ലേ, നിങ്ങൾക്ക് എത്ര ക്യാഷ് കിട്ടിയാൽ നിങ്ങൾ പ്രശ്നം തീരുമെന്ന് പറഞ്ഞില്ല ഒരു വീഡിയോ ചെയ്തായിരുന്നു. പക്ഷേ അതിൽ ഒരുപാട് പേര് അതിൽ കമൻറ്റ് ഇട്ടു, നമുക്ക് ഇത്ര ലക്ഷം കിട്ടിയാൽ നമ്മൾ പ്രശ്നം തീരും, ഇത്ര ലക്ഷം കിട്ടിയാൽ ഇത്ര പൈസ കിട്ടിയാൽ നമ്മൾ പ്രശ്നം തീരും എന്ന് പറഞ്ഞ് ഒരുപാട് പേര് സങ്കടങ്ങൾ അതിൽ പങ്കുവെച്ചു കമൻറ്റ് മുഖേന. അതിലൊരു കമൻറ്റ് വന്നായിരുന്നു. അപ്പോൾ ആ കമൻറ്റാണ് ഇത്. വേറൊന്നുമല്ല, അപ്പോൾ ഇദ്ദേഹം ഇതിൽ പറഞ്ഞ ഈ കമൻറ്റിൽ ഞാൻ 100% യോജിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കമൻറ്റ് ചെയ്ത് വേറെ ആരുമല്ല, നമ്മൾ സോഷ്യൽ മീഡിയ താരമായ നമ്മളെ ഫിറ്റ്നസ് ട്രെയിനറായ ഇദ്ദേഹമാണ് നമ്മൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നല്ല, ഇതിൽ 100% ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം പണത്തിൻ്റെ പിന്നാലെ ഓടി ഓടി അവസാനം ജീവിതകാലം മുഴുവൻ നമ്മൾ ഹെൽത്ത് നോക്കാതെ നമ്മൾ പണത്തിൻ്റെ പിന്നാലെ ഓടിയിട്ട് അവസാനം ഇതുവരെ ഉണ്ടാക്കിയ പണമെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. കാരണം നമുക്ക് ജീവിതത്തിൽ പഠിച്ചുകൊണ്ട് തന്ന 2 അനുഗ്രഹമാണ്. ഒന്ന് നമ്മളെ എന്ന് പറഞ്ഞാൽ ഒഴിവുള്ള സമയം, 2 എന്ന് പറഞ്ഞാൽ നമ്മളെ ആരോഗ്യം, ഹെൽത്തി ആയിരിക്കുക. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഫിറ്റ്നസ് ട്രെയിനർമാർ ഏറ്റവും കൂടുതൽ എപ്പോഴും മൈൻഡിൽ വെക്കുന്ന 2 കാര്യമാണ്. ഒന്നാമത് സ്വയം ഹെൽത്തി ആയിരിക്കുക, മറ്റുള്ളവർ രണ്ടാമത് ഹെൽത്തി ആക്കിയെടുക്കുക, അവരുടെ ഹെൽത്തിയായി അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാണ് ഫിറ്റ്നസ് ട്രെയിനർമാർ എപ്പോഴും മൈൻഡിൽ വെക്കുന്ന 2 കാര്യങ്ങൾ. അപ്പോൾ നമ്മളെപ്പോഴും ഈ കിട്ടുന്ന 24 മണിക്കൂറിൽ 1 മണിക്കൂറൊക്കെ വ്യായാമം ചെയ്ത് എക്സസൈസ് ചെയ്ത് നമ്മുടെ ജീവിതം അടിപൊളിയാക്കുക. എപ്പോഴും നമ്മൾ ആരോഗ്യത്തിലിരിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യം. ആരോഗ്യമാണ് നമ്മളെ ഏറ്റവും വലിയ സമ്പാദ്യം. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിരിക്കുക.